വിജയകൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് ചുറ്റിനും നോക്കി. ആളും ആരവവും ഒഴിഞ്ഞ ഒരു ഉത്സവപ്പറമ്പിൽ താൻ തനിച്ചായി പോയതുപോലെ അയാൾക്ക് തോന്നി. താൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു പോന്ന സന്തോഷവും സമാധാനവുമെല്ലാം വർണ്ണക്കൊടി തോരണങ്ങളും നിറമുള്ള തൊങ്ങലുകളും പൊട്ടിച്ചിതറി കിടക്കും പോലെ തനിക്ക് ചുറ്റിനും കിടപ്പുണ്ട്. ഇത്രനേരം വരെ ശബ്ദമുഖരിതമായിരുന്ന അന്തരീക്ഷത്തിനും ഒരു മാറ്റം വന്നു കഴിഞ്ഞു. പൂരം കൊടിയിറങ്ങിയതിൻ്റെ അവശേഷിപ്പ് ഒരു വെടിക്കെട്ടിൻ്റെ രൂപത്തിൽ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്നു. അത് വെടിക്കെട്ടിൻ്റെ ഒച്ചയല്ല, തൻ്റെ നെഞ്ചിൻ്റെ മിടുപ്പാണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. ശരീരം മൊത്തം പടരുന്ന ഒരു വേദന തൻ്റെ ഇടത്തെ നെഞ്ചിൻ്റെ ഹൃദയഭാഗത്തു നിന്നും പൊട്ടിപ്പുറപ്പെടും പോലെ അയാൾക്ക് തോന്നി. വിജയകൃഷ്ണൻ താൻ നിന്നിരുന്നതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കസേരയിലേക്ക് പിടിച്ച ശേഷം അതിൽ തന്നെ ഇരുന്നു. ഡൈനിങ് ടേബിളിന് മേളിരുന്ന വെള്ളം നിറച്ച ജാറിന് നേർക്ക് കൈനീട്ടുമ്പോൾ അയാൾക്ക് തോന്നി തൻ്റെ കൈകൾ അസാധാരണ അമിതം വിറയ്ക്കുന്നുണ്ടെന്ന്. അയാൾ കൈനീട്ടി ഒരു ഗ്ലാസ് എടുത്തെങ്കിലും അത് വിരലുകൾക്ക് വഴങ്ങാതെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. നിലത്തേക്ക് വീണ് ചിതറിപ്പോകാതെ അയാൾ അത് വിദഗ്ധമായി തടഞ്ഞു. ശേഷം 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചതോടെ അയാൾക്ക് ഇത്തിരി ആശ്വാസം തോന്നി. തൻ്റെ ശരീരം വിറച്ചതും നെഞ്ചിലൊരു വേദന പടർന്നതുമെല്ലാം തൻ്റെ തോന്നലായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി എവിടേക്ക് പോകണമെന്ന് ദിശയറിയാതിരിക്കുന്ന വഴിയാത്രക്കാരനെ പോലെ അയാൾ ചുറ്റിനും പകച്ചു നോക്കി. പിന്നെ ഡൈനിങ് ടേബിളിന് മീതെ കൈകൾ പിണച്ചു വെച്ച് കൈത്തണ്ടകൾക്ക് മേലെ മുഖം ചേർത്ത് വെച്ച് അയാൾ അവിടെ തന്നെ ഇരുന്നു. പുതിയ മൊബൈൽ ഫോണിൻ്റെ പിൻകവർ തുറന്ന ശേഷം ബാറ്ററി മാറ്റിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിമ്മും മെമ്മറി കാർഡും അനുറാണി അതിലേക്ക് ഇട്ടുകൊടുത്തു. അച്ഛൻ എനിക്ക് ഫോൺ വാങ്ങിച്ചു തരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ 1000 രൂപയിൽ കൂടുതലുള്ള ഫോണൊന്നും വാങ്ങിക്കല്ലേ എന്ന്. അനുവിൻ്റെ ഏട്ടൻ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞ ഫോൺ അച്ഛൻ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ കരുതിയത് അത് റിപ്പയർ ചെയ്ത് കിട്ടുമെന്ന. അനുറാണി ചെയ്യുന്നതോരൊന്നും സാഗൂതം നോക്കിയിരുന്നു കൊണ്ട് നവമി പറഞ്ഞു. അത് റിപ്പയർ ചെയ്തെടുക്കാനോ? ആരെക്കൊണ്ട് കഴിയും? അത് 10-15 പീസായി പോയില്ലേ അത്? എന്നാലും ഇത്ര വില കൂടിയ മൊബൈലൊന്നും എനിക്ക് വേണ്ടായിരുന്നു. എനിക്കെന്തിനാ ഇതൊക്കെ? ആരെങ്കിലും 1-2 പേർ ഞാൻ ജീവനോടെ ഇരിപ്പുണ്ടോ എന്നറിയാൻ ഒന്ന് വിളിക്കുമ്പോൾ കോൾ എടുക്കാനാണോ ഇത്രയും വില കൂടിയ ഫോൺ? 1000 രൂപയുടെ ഫോണൊന്നും ഇക്കാലത്ത് ആരും ഉപയോഗിക്കില്ല ചേച്ചി. ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. 1000 രൂപയുടെ ഫോൺ വാങ്ങിക്കാൻ കിട്ടാഞ്ഞിട്ടാണോ ചേച്ചിക്ക് കൊല്ലത്തെ അച്ഛൻ 15,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചു തന്നത്? കൊല്ലത്തെ അച്ഛനറിയാം 1000 രൂപയുടെ ഫോൺ കൊണ്ട് ഇക്കാലത്ത് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. ഞാൻ ചേച്ചിക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. 3 മാസം കൂടുമ്പോൾ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന തെങ്ങിൽ കയറി തേങ്ങയിടാൻ ഇവിടെ സ്ഥിരം ഒരാൾ വരും. അയാളുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ പകുതി വിലയില്ല പ്രവീണ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ഫോണിന്. അയാൾ എന്താ ചേച്ചി പറഞ്ഞതുപോലെ 1000 രൂപയുടെ ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കാതിരുന്നത്? അനുവിൻ്റെ സന്ദീപേട്ടൻ നശിപ്പിച്ചു കളഞ്ഞ ഫോൺ പോലും എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയും വേണ്ട. അതൊന്നും പഠിച്ചെടുക്കാൻ ഒരു പ്രയാസവുമില്ല ചേച്ചി. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ എന്നോട് ചോദിച്ചാൽ മതി. ഞാനൊരു കാര്യം ഇന്നലെ മുതലേ ചേച്ചിയോട് ചോദിക്കണമെന്ന് കരുതുന്നു. ചേച്ചി എന്താ എപ്പോഴും സന്ദീപേട്ടനെ അനുവിൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത്? ചേച്ചിയല്ലേ സന്ദീപേട്ടനേക്കാൾ മുതിർന്നത്. അപ്പോൾ ചേച്ചിക്ക് സന്ദീപേട്ടനെ പേര് വിളിക്കാമല്ലോ. ചേച്ചി ഏട്ടനെ സന്ദീപ് എന്ന് വിളിച്ചാൽ മതി. അതു മതി ഇനി അനുവിൻ്റെ ഏട്ടന് മറ്റൊരു വഴക്കിന്. ചേച്ചി എന്തിനാ ഇങ്ങനെ എല്ലാവരെയും പേടിക്കുന്നത്? പേടിക്കേണ്ടെന്ന് വരെ പേടിക്ക്, അതിനൊരർത്ഥമുണ്ട്. ഇതാര്? എന്തു പറഞ്ഞാലും ഭയം. ഇങ്ങനെയാണെങ്കിൽ ചേച്ചി എത്ര നാൾ ഇവിടെ കഴിയും? പ്രവീണ ചേച്ചിയൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ടെന്ന് പ്രവീണ ചേച്ചിക്ക് തോന്നിയാൽ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും കക്ഷി. അതാ ഇനം. മൊബൈൽ ഫോണിൻ്റെ സിം ഇട്ടതിൻ്റെ ആക്ടിവേഷൻ അലർട്ട് വന്നതോടെ അനുറാണി കോണ്ടാക്ട് ലിസ്റ്റ് തുറന്നു നോക്കി. 4-5 നമ്പറുകൾ മാത്രമേ അതിൽ സേവ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അനുറാണി തൻ്റെ നമ്പറും അതിൽ സേവ് ചെയ്തിട്ടു. നമുക്ക് അച്ഛനെ ഒന്ന് വിളിച്ചാലോ? പുതിയ മൊബൈലിൽ നിന്നുള്ള ആദ്യത്തെ കോൾ അച്ഛന് തന്നെ പോയിക്കോട്ടെ. എന്താ? നവമി തലയാട്ടി. അനുറാണി അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ബെല്ലടിച്ചു നിന്നതല്ലാതെ അദ്ദേഹം കോൾ എടുത്തില്ല. അവൾ വീണ്ടും അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഫോൺ എവിടെയോ കൊണ്ടുവച്ചിട്ട് അച്ഛൻ ഇതുവരെ പോയി കിടക്കുക. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. അനുറാണി ഫോൺ നവമിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ബെഡിൽ നിന്ന് എണീറ്റു. നവമിയും അവൾക്ക് പിന്നാലെ ഇറങ്ങി വന്നു. താഴേക്കുള്ള പടവുകൾ ഇറങ്ങുമ്പോൾ നവമിയോട് അവൾ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞു. നവമി കോൾ ചെയ്തപ്പോൾ വിജയകൃഷ്ണൻ്റെ മൊബൈൽ ഡൈനിങ് ടേബിളിന് മീതെ ഇരുന്ന് ചിലച്ചു. തൊട്ടടുത്ത് ഫോണിരുന്ന് ബെല്ലടിച്ചിട്ടും അച്ഛൻ അത് എടുക്കുന്നില്ലെന്ന് കണ്ടതോടെ അനുറാണിക്കൊരാശങ്ക തോന്നി. അവൾ ധൃതിയിൽ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചു. അച്ഛാ, അച്ഛനെന്താ ഇവിടെ ഇരിക്കുന്നത്? അനുറാണിയുടെ ചോദ്യം കേട്ട് വിജയകൃഷ്ണൻ മേലെ മുഖമുയർത്തി അവളെ നോക്കി. മുമ്പിൽ തൻ്റെ മകൾ നിൽക്കുന്നത് കണ്ട് അയാൾ പതറി അങ്ങിങ്ങ് നോക്കി. താൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്തു പറ്റി അച്ഛാ? അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നത്? അച്ഛൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ട് അവൾക്ക് അമ്പരപ്പായി. നീ ആയിരുന്നോ മോളെ വിളിച്ചത്? അയാൾ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു. അച്ഛൻ എന്താ കോൾ എടുക്കായിരുന്നത്?
നവമി ചേച്ചിയുടെ ഫോണിൽ നിന്നാ ഞാൻ അച്ഛനെ വിളിച്ചത്. ഞാൻ കരുതി ഓഫീസിൽ നിന്ന് ശിവനോ ജയകുമാറോ ആയിരിക്കുമെന്ന്. അവർ കേസിൻ്റെ കാര്യം എന്തെങ്കിലും ചോദിക്കാൻ വിളിക്കുന്നതാവും എന്നാ ഞാൻ കരുതിയത്. അയാൾ ഫോൺ ടേബിളിന് മീതേക്ക് തിരികെ വെച്ചു. അച്ഛൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ? ഉറങ്ങിയൊന്നുമല്ലടി, ഞാൻ വെറുതെ ഇവിടെ അല്പനേരം ഇരുന്നു, അത്രയേ ഉള്ളൂ. അച്ഛൻ എണീറ്റ് വാ, പോയി റൂമിൽ പോയി കിടക്കച്ച. അവൾ അയാളുടെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ പൊയ്ക്കോ മക്കളെ, അച്ഛൻ പോയി കിടന്നോളാം. അയാൾ ടേബിളിന് മീതെ വച്ചിരുന്ന ഫോൺ എടുത്ത ശേഷം അനുവിനെ മെല്ലെ മുമ്പോട്ട് തള്ളിവിട്ടു. പക്ഷേ അവർ മടങ്ങിപ്പോയില്ല. അച്ഛൻ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടതിന് ശേഷമേ അനുറാണി നവമിയും കൂട്ടി അവിടെ നിന്നും തിരികെ പോകുന്നുള്ളൂ. പ്രവീണ വന്ന് വാതിലിൽ തട്ടുന്നതറിഞ്ഞതോടെ സുമംഗല എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. എന്താ മോളെ? വാതിൽ തുറന്ന് പിടിച്ചുകൊണ്ട് നിന്ന് സുമംഗല തിരക്കി. പ്രവീണ അമ്മയുടെ കൈകൾക്ക് കീഴിലൂടെ തലകുനിച്ച് പിടിച്ചുകൊണ്ട് സുമംഗലയുടെ റൂമിലേക്ക് കയറി. സുമംഗല വാതിൽ ചാരിയ ശേഷം മകളുടെ അടുത്തേക്ക് ചെന്നു. നിനക്കെന്താ മോളെ പറ്റിയത്? നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. സുമംഗല അവളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പ്രവീണ തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ അമ്മയുടെ നേർക്ക് നീട്ടി. ഞങ്ങളൊന്നും വിജയകൃഷ്ണൻ വക്കീലെന്ന അമ്മയുടെ ഭർത്താവിൻ്റെ മക്കളല്ലേ അമ്മേ? പ്രവീണ രോക്ഷത്തോടെ തിരക്കി. എന്ത് അനാവശ്യമാടി നീ വന്നു നിന്ന് മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നത്? എങ്കിൽ പിന്നെ അച്ഛനെന്തിനാ ഞങ്ങളോടിങ്ങനെ പക്ഷഭേദം കാണിക്കുന്നത്? അമ്മ കണ്ടല്ലോ ഈ ഫോൺ. ഇതിന് 20,000 രൂപയ്ക്ക് താഴെയാവില്ല. 5-6 വർഷം പഴക്കവുമുണ്ട്. എന്നിട്ടും ഞാൻ അമ്മയോടോ അച്ഛനോടോ എനിക്ക് പുതിയ ഫോൺ വാങ്ങണമെന്ന് പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ ഇവിടെ മകളാണെന്നും പറഞ്ഞ് അച്ഛൻ കൊണ്ടുവന്ന് കുടിയിരുത്തിയ അവളുടെ ഫോൺ സന്ദീപേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് വഴുതി താഴെ വീണ് പൊട്ടിയതിന് അച്ഛൻ ഉടനെ തന്നെ അവൾക്ക് പുതിയ ഫോൺ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അതും അച്ഛൻ്റെ മക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി വിലയുള്ളത്. അച്ഛൻ എങ്ങനെ തോന്നുന്നമ്മേ ഞങ്ങളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഇന്നലെ കണ്ടവളെ ജയിപ്പിച്ചു നിർത്താൻ? നിന്റെ ആവശ്യം എന്താ മോളെ? അത് പറയുന്നീ. അവൾ ജയിക്കുവോ തോൽക്കുവോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അവൾ കാരണം എൻ്റെ മക്കളാരും ബുദ്ധിമുട്ടാൻ പാടില്ല, അതാണ് വേണ്ടത്. അവൾക്കെന്തിനാ അമ്മേ അത്രയും വിലപിടിപ്പുള്ള ഫോൺ? അതെങ്ങനെയാ കയ്യിൽ പിടിക്കേണ്ടതെന്ന് പോലും അവൾക്കറിയില്ല. ഞാൻ എത്രയോ നാളായി കൊതിക്കുന്നതാ അതുപോലൊരു ഫോൺ കിട്ടാൻ. അവളുടെ കയ്യിലുള്ള നിന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ഫോൺ നിനക്ക് വേണോ? അതാണോ നിന്റെ ആവശ്യം? ഒരു ഉപയോഗമില്ലാതെ 24 മണിക്കൂറും അത് കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ അവൾ. അതിലേക്ക് അവളെ ആരെങ്കിലും വിളിക്കാനുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. ആ ഫോൺ അവൾ നിനക്ക് തന്നാൽ നിന്റെ പ്രശ്നം തീരുമല്ലോ അല്ലേ? അമ്മ അവളോട് ചോദിച്ചു വാങ്ങിക്കുമോ? അത് അച്ഛനറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും. അവൾക്ക് ഈ വീട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അക്കാര്യം അവൾ വിജയേട്ടനെ അറിയിക്കില്ല. ഇനി അറിയിച്ചാലോ വിജയേട്ടൻ അതിനെ തുടർന്നൊരു പ്രശ്നമുണ്ടാക്കിയാലോ വച്ചേക്കില്ല ഞാൻ. എന്നെ എതിർത്തും കൊണ്ട് അവൾക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ? എങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. ഈ വീട്ടിൽ അവളുടെ ഏറ്റവും വലിയ ബലം അച്ഛനാ അമ്മേ. എന്തിനും ഏതിനും അവളോടൊപ്പം അച്ഛനുണ്ടല്ലോ എന്ന ബലത്തിൽ അവൾ ഫോൺ തന്നില്ലെങ്കിൽ അമ്മ എന്തു ചെയ്യും? നീ അക്കാര്യം എനിക്ക് വിട്ടു തന്നേക്കാൻ അമ്മ പറഞ്ഞില്ലേ? അവൾ താനെ തരുമല്ലോ എൻ്റെ കയ്യിൽ ആ ഫോൺ. നീ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങുമോളെ. അമ്മയുടെ ഉറപ്പ് കിട്ടിയതോടെ പ്രവീണയ്ക്ക് സമാധാനമായി. അവൾ തൻ്റെ റൂമിലേക്ക് അപ്പോൾ തന്നെ മടങ്ങിപ്പോന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസിലെ പ്യൂൺ രാജനോട് തനിക്ക് 1000 രൂപയിൽ താഴെ വില വരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് സുമംഗല ചോദിച്ചു. അതൊന്നും ഇപ്പോൾ ആരുടെയും കയ്യിൽ കാണില്ല സാറേ. അല്ലെങ്കിൽ പിന്നെ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ പോയി തിരക്കണം, എന്നാ കിട്ടിയേക്കും. പറയുക മാത്രമല്ല രാജൻ അവർക്ക് വൈകുന്നേരത്തോടെ 1000 രൂപ വിലയുള്ള ഒരു ഫോൺ സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.